ഹായ് ഓൾ, വെൽക്കം ടു സൈലം CMA. ഇന്ന് നമ്മൾ CMA ഇൻ്റർമീഡിയറ്റിൻ്റെ എല്ലാ സബ്ജക്ട്സിനും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വാലിഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. പ്രീവിയസ് ആയിട്ടുള്ള 3 എക്സാം അറ്റംപ്റ്റിനെ നോക്കിയിട്ട് പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ എക്സാംസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സിന് നമ്മളൊരു പ്രയോറിറ്റി കൊടുത്തിട്ടൊന്ന് ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. ആ പ്രയോറിറ്റിയുടെ ബേസിസിൽ നമുക്ക് പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതോടൊപ്പം നമുക്ക് MCQ കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് MCQയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡ് അല്ലെങ്കിൽ ഈസി ഒരു സ്ട്രാറ്റജിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 120 മാർക്സ് ഒരു ഗ്രൂപ്പിന് MCQ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ 120ൽ ഒരു 100 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി 100 മാർക്ക് മാത്രം നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലത്തിൽ നിന്നും തിയറിയിൽ നിന്നും നമുക്ക് സ്കോർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനും പറ്റും. ആ ടോപ്പിക്സ് നമുക്ക് സേഫ് ആയിട്ട് വെക്കാനും പറ്റും. അതിനൊരു പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ ടോപ്പിക്സിൽ നിന്ന് മാർക്ക് പോവാതെ നമുക്ക് സേഫ് ആയിട്ട് വെക്കാൻ പറ്റും. ഓക്കെ അല്ലേ? നമുക്ക് പ്രോബ്ലം പേപ്പറിന് ഉള്ള ഇമ്പോർട്ടൻസ് ഉള്ള പോലെ തന്നെ ആ പ്രോബ്ലം പേപ്പറിനകത്തുള്ള തിയറിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. കാരണം ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റേഴ്സിൽ നിന്നും അതുപോലെ തന്നെ ഓരോ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഉള്ള ടോപ്പിക്കിൽ നിന്നും അതിൻ്റെ തിയറിക്കും ഇമ്പോർട്ടൻസ് ഉണ്ടാവാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും അങ്ങനെ തന്നെ ചോദിച്ചും കണ്ടിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഇവാലുവേഷൻ നടത്താം. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്നിട്ട് ജൂൺ 2025 ഡിസംബർ 2024 ജൂൺ 2024 അത്യാവശ്യം ഒരു 15 മാർക്സ് 14 മാർക്സ് ആ റേഞ്ചിൽ തിയറി തന്നെ ചോദിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്നിട്ട് തിയറി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 12 മാർക്സിൻ്റെ ഒരു പ്രോബ്ലം, 12 മാർക്സിൻ്റെ എന്ന് വെച്ചാൽ 7 മാർക്സിൻ്റെ ഒരു സെക്ഷനിലെ ഒരു പ്രോബ്ലവും 5 മാർക്സിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 3 മാർക്സിൻ്റെ ഒരു ഷോർട്ട് പ്രോബ്ലം ആയിട്ടും ഡിസംബർ 2024 ഒരു സബ്സെക്ഷൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനായിരിക്കണം. അതുപോലെ അടുത്ത ടോപ്പിക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇൻഷുറൻസ് ക്ലെയിമിനാണ്. ഇൻഷുറൻസ് ക്ലെയിമിന് നമുക്ക് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 അറ്റംപ്റ്റിലും 7 മാർക്സിൻ്റെ ഓരോ പ്രോബ്ലംസ് ചെയ്തിട്ട് 7 മാർക്സിൻ്റെ ഓരോ പ്രോബ്ലം വിതർ 3 അറ്റംപ്റ്റിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് നോക്കുകയാണെങ്കിലും 7 മാർക്സിൻ്റെ ഓരോ പ്രോബ്ലം വീതം ലാസ്റ്റ് 3 അറ്റംപ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ 40 മാർക്സിൻ്റെ 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഈ 40 മാർക്സിൻ്റെ 5 ക്വസ്റ്റ്യൻസിൽ അറ്റൻഡ് ചെയ്യേണ്ടതിൽ ഏതെങ്കിലും ഒരെണ്ണം 40 മാർക്സിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ 7 മാർക്സിൻ്റെ 2 സബ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 40 മാർക്സിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. 7 മാർക്സിൻ്റെ A പാർട്ടും 7 മാർക്സിൻ്റെ ഒരു B പാർട്ടും ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്ന് ഡിസംബർ 24 ജൂൺ 24 40 മാർക്സിൻ്റെ ഒരു സിംഗിൾ വലിയ പ്രോബ്ലം ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനൽ അക്കൗണ്ടിൻ്റെ പോർഷനിൽ നിന്നും 40 മാർക്സിൻ്റെ ഒരു സിംഗിൾ പ്രോബ്ലം ആയിട്ട് ഒറ്റ വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വലിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ അത്യാവശ്യം ഉണ്ടായിരിക്കും. വലിയ കോംപ്ലിക്കേറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ടൈം ഫ്രെയിമിൽ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും എന്തായാലും ഉണ്ടാവുക. അപ്പോൾ തന്നെ പിന്നെ കൺസൈൻമെൻറ്റിൻ്റെ നോക്കുകയാണെങ്കിലും ജൂൺ 25 ഡിസംബർ 24 7 മാർക്സിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് വീതം ചോദിച്ചിട്ടുണ്ട്. റെക്ടിഫിക്കേഷൻ എറേഴ്സിൻ്റെ നോക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് അറ്റംപ്റ്റിൽ ഒരു 7 മാർക്സിൻ്റെ ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2024 അത് ചോദിച്ചിട്ടില്ല. ജൂൺ 24 7 മാർക്സിൻ്റെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഓൾട്ടർനേറ്റീവ് അറ്റംപ്റ്റ്സ് പോലെയാണ് കണ്ടേക്കുന്നത്. പക്ഷേ നമുക്ക് അതിനെ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതും പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം അതും കൂടി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 7 മാർക്സ് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാനായിട്ട് എന്തായാലും സാധിക്കും. നമ്മൾ ആദ്യമേ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഏത് ടോപ്പിക്കിനാണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്, ദെൻ ഇൻഷുറൻസ് ക്ലെയിം, ദെൻ ബ്രാഞ്ച് അക്കൗണ്ട്, ദെൻ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രോബ്ലവും ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൻ്റെ പ്രോബ്ലം ഒരുമിച്ച് ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണെങ്കിൽ ആ തവണ ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്ന തവണ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. 2 പോർഷനിൽ നിന്ന് ചോദിച്ചാലും 14 മാർക്സിൻ്റെ ഒരു സിംഗിൾ പ്രോബ്ലം ആയിട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? അതുപോലെ നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സിനകത്തുനിന്ന് ഡിപ്രീസിയേഷൻ, അതുപോലെ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻസിനെ കുറേ ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് തന്നിട്ട് അതിൽ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ ഏതാണ്, റവന്യൂ ട്രാൻസാക്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ സം ടോട്ടൽ കാണാനുള്ള ഒരു സിമ്പിൾ പ്രോബ്ലം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ്റെയും ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻ്റെയും സിമ്പിൾ പ്രോബ്ലംസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്തായാലും വിട്ട് കളയരുത്, ഇൻഷുറൻസ് ക്ലെയിം വിട്ട് കളയരുത്, ബ്രാഞ്ച് അക്കൗണ്ട്സ് വിട്ട് കളയരുത്. പിന്നെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സും ഫൈനൽ അക്കൗണ്ട്സും പഠിക്കണം. 14 മാർക്സ് നമ്മുടെ കയ്യിൽ സേഫ് ആയിട്ടിരിക്കും. ഇത് പഠിച്ച് കഴിഞ്ഞിട്ടേ അടുത്ത ഫർദർ ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യാൻ പോകാവുള്ളൂ. ഈ ടോപ്പിക്സ് സേഫ് ആയിട്ട് കയ്യിൽ വെച്ചതിന് ശേഷം മാത്രം അടുത്ത ടോപ്പിക്സ് പഠിക്കുക. കാരണം വാരി വലിച്ച് നമുക്ക് പഠിക്കുന്നതിനേക്കാളും ബെറ്റർ ഇങ്ങനെയുള്ള ഫേവറായിട്ട് വരികയും ചെയ്യും. അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈസി ടോപ്പിക്സിനെ നമ്മൾ വിട്ട് കളയാതെ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുന്നതായിരിക്കും നമുക്ക് ഇച്ചിരി കൂടെ ബെറ്റർ. ഡിപ്രീസിയേഷൻ കാൽക്കുലേഷനും ക്യാപിറ്റൽ റവന്യൂ ട്രാൻസാക്ഷൻ്റെ അത്ര വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള പ്രോബ്ലം ഒന്നും അല്ല കണ്ടിട്ടുള്ളത്. അതുള്ള സിമ്പിൾ പ്രോബ്ലംസ് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ദെൻ GST നോക്കുകയാണെങ്കിൽ GSTയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ആദ്യമേ തന്നെ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് കസ്റ്റംസ് വാല്യുവേഷനാണ്. കസ്റ്റംസ് വാല്യുവേഷൻ്റെ ഏറ്റവും ഒരു നല്ലൊരു സിമ്പിൾ പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. 7 മാർക്കിൻ്റെ പ്രോബ്ലം എല്ലാ അറ്റംപ്റ്റിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല, ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു നല്ല വൃത്തിയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും എന്തായാലും കസ്റ്റംസ് വാല്യുവേഷൻ ചോദിച്ചിട്ടുണ്ടാവുക. അത് സ്കിപ്പ് ചെയ്യാതെ പോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു അപ്രോച്ച്, നമുക്ക് GSTയോടുള്ള ഒരു അപ്രോച്ച്. അടുത്തത് പ്ലേസ് ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ടൈം ഓഫ് സപ്ലൈ അല്ലെങ്കിൽ വാല്യൂ സപ്ലൈയിൽ നിന്നിട്ട് ഇതെല്ലാം ഒരുമിച്ച് ചോദിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ ടൈം ചോദിക്കുന്ന സമയത്ത് പ്ലേസ് ചോദിക്കില്ല, വാല്യൂ ചോദിക്കില്ല. പക്ഷേ ടൈം അല്ലെങ്കിൽ വാല്യൂ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറ്റ്ലീസ്റ്റ് എല്ലാ തവണയും ഒരു പോർഷൻ എന്തായാലും എല്ലാ തവണയും ചോദിക്കുന്നുണ്ട്. 7 മാർക്സിൻ്റെ പ്രോബ്ലം ആയിട്ടാണ് ചോദിക്കുന്നത്. അതുപോലെ രജിസ്ട്രേഷൻ്റെ പോർഷനിൽ നിന്ന് 7 മാർക്സിൻ്റെ തിയറി ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 2 അറ്റംപ്റ്റിൽ അത് ചോദിച്ചിട്ടുണ്ട്. ജൂൺ 2025 ജൂൺ 2024 7 മാർക്സിൻ്റെ തിയറി ആയിട്ട് GST രജിസ്ട്രേഷൻ്റെ ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ട്. തിയറി ആയിട്ടാണ് ചോദിക്കുന്നത്. അത് വലിയ കഠിനമായിട്ടുള്ള ടോപ്പിക്കൊന്നുമല്ല, നമുക്കത് അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ കവർ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. അത് 7 മാർക്സിൻ്റെ തിയറി ആയിട്ട് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ പോവുക. ദെൻ ITCയുടെ ഒരു പ്രോബ്ലം 7 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡിസംബർ 2024 അത് ചോദിച്ചിരിക്കുന്നത് കോമൺ ക്രെഡിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ITCയുടെ ഒരു പ്രോബ്ലം ആയിരുന്നു ചോദിച്ചിട്ടുണ്ടാവുക. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും, പക്ഷേ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ടൈം ഫ്രെയിമിൽ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന വലിയ കുഴപ്പിക്കുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഉണ്ടാകുന്ന പ്രോബ്ലം ആയിരിക്കില്ല അത്. അതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ പോവുക. അപ്പോൾ GSTയിൽ നിന്ന് അത്യാവശ്യം നമുക്ക് MCQയും കിട്ടി. ഈ കസ്റ്റംസ് വാല്യുവേഷനും പ്ലേസ് ടൈം വാല്യൂ സപ്ലൈയും പഠിച്ച് രജിസ്ട്രേഷനും ITCയും കൂടി ഉണ്ടെങ്കിൽ ഈ പോർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ GSTയിൽ നിന്ന് 50 മാർക്സിൽ അത്യാവശ്യം നമുക്കൊരു 40 മാർക്സ് അല്ലെങ്കിൽ ഒരു 35 ആ റേഞ്ചിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും GSTയിൽ നിന്ന് മാത്രം. അപ്പോൾ ബാക്കി മാർക്ക് മാത്രം നമുക്ക് ഇൻകം ടാക്സിൽ നിന്നിട്ട് സ്കോർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുകയുള്ളൂ. ഇൻകം ടാക്സിൻ്റെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും സാലറിയുടെ പോർഷനിൽ നിന്നിട്ട് 7 മാർക്കിൻ്റെ പ്രോബ്ലംസ് എല്ലാ അറ്റംപ്റ്റിലും ചോദിക്കുന്നുണ്ട്. ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് 5 എണ്ണത്തിൽ നിന്നും എല്ലാ അറ്റംപ്റ്റിലും 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാ തവണയും വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ 14 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ 5 എണ്ണം ഷുവറായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ 2 ഓപ്ഷനിലാണ്. 2 ഓപ്ഷൻ എന്ന് വെച്ചാൽ 7 എണ്ണത്തിൽ ഏതൊരു 5 എണ്ണം മാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും. അതെന്ന് വെച്ചാൽ 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനും ഒരു 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ 3 സബ്സെക്ഷൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും 7 മാർക്കിൻ്റെ 2 പാർട്ടായിരിക്കും. A പാർട്ടിന് 7 മാർക്ക്, B പാർട്ടിന് 7 മാർക്ക്. അപ്പം ആദ്യത്തെ സബ്സെക്ഷൻ, അതായത് ഡിസ്ക്രിപ്റ്റീവിൽ ആദ്യത്തെ A പാർട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ A പാർട്ട് സാലറിയുടെ പോർഷൻ ആയിരിക്കും. രണ്ടാമത്തെ പോർഷൻ അതായത് B പാർട്ട് എന്ന് പറയുന്നത് ഹൗസ് പ്രോപ്പർട്ടിയുടെ പോർഷൻ ആയിരിക്കും. PGBPയുടെ പോർഷൻ ആയിരിക്കും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതായത് ഡിസ്ക്രിപ്റ്റീവിൽ അടുത്ത ക്വസ്റ്റ്യൻ്റെ A പാർട്ട് PGBPയും B പാർട്ട് ക്യാപിറ്റൽ ഗെയിനും ആയിട്ടായിരിക്കും ചോദിക്കുക. അടുത്ത ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ്റെ A പാർട്ട് എന്ന് പറയുന്നത് അതർ സോഴ്സസിനെ കുറിച്ചുമായിട്ടായിരിക്കും. യൂഷ്വലി അങ്ങനെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. എന്തായാലും ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്നിട്ട് എല്ലാ ഹെഡ്സിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വീതം 7 മാർക്കിന് ഇതുവരെ കണ്ടിട്ടുണ്ട്. ആ 7 മാർക്ക് നമ്മൾ പോവാതെ സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് 35 മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ടോട്ടൽ ഇൻകം കാണുന്ന 2 ക്വസ്റ്റ്യൻസ് ഓപ്ഷനായിട്ട് A പാർട്ടും B പാർട്ടും ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 2 സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഇൻകം കാണുന്ന 2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും. അത് 14 മാർക്കിന് 3 അറ്റംപ്റ്റിലും കണ്ടിന്യൂസ് ചോദിച്ചിട്ടുണ്ട്. ഈ തവണ അത് 40 മാർക്സിന് തന്നെ നമുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ പോകുക എന്നുള്ളത് നമ്മുടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെച്ചേക്കണം. ദെൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെയും വലിയൊരു കഠിനമായിട്ടുള്ള പ്രോബ്ലം ഒന്നുമല്ല, ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ഇവാലുവേഷൻ നടത്തേണ്ട ഒരു പ്രോബ്ലം മാത്രം ഉണ്ടാവുള്ളൂ അതിനകത്ത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു 7 മാർക്സിൻ്റെ പ്രോബ്ലം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പോട്ട് പിന്നെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മാർജിനൽ കോസ്റ്റിങ്ങിൽ നിന്ന് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് 3 അറ്റംപ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 14 മാർക്കിൻ്റെ പ്രോബ്ലംസ് ആയിട്ടാണ് ചോദിക്കുന്നത്. അതായത് 7 മാർക്കിൻ്റെ
രണ്ട് ക്വസ്റ്റ്യൻസ്, എ പാർട്ടും ബി പാർട്ടും ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻ, സെപ്പറേറ്റ് രണ്ട് ക്വസ്റ്റ്യൻസിനകത്തായിട്ട് ചിലപ്പോൾ ഒരെണ്ണത്തിനകത്ത് ഒരു എ പാർട്ടും അടുത്ത ക്വസ്റ്റ്യൻ വേറെ ഏതെങ്കിലും ടോപ്പിക്കിൽ നിന്നായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ എ പാർട്ടോ ബി പാർട്ടോ ആയിട്ട് മാർജിനൽ കോസ്റ്റിംഗിൽ നിന്ന് തന്നെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാർജിനൽ കോസ്റ്റിങ്ങിന് ഇച്ചിരി കൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്നിട്ട് 12 മാർക്കിൻ്റെ തിയറി ഷുവറായിട്ടും എല്ലാ അറ്റംപ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് എ പാർട്ട് 7 മാർക്കും ബി പാർട്ട് 7 മാർക്കും ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റിനകത്ത് എ പാർട്ടോ ബി പാർട്ടോ ആയിട്ട് ഒരു 7 മാർക്കിൻ്റെ തിയറി ഉണ്ടാവും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ 2 ഉണ്ടാവും, ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഞാൻ പറഞ്ഞിരുന്നു. അതിലേതെങ്കിലും ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് തന്നെ ആയിരിക്കും. അങ്ങനെ നമുക്ക് 12 മാർക്സ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് ഷുവറായിട്ടും എടുക്കാൻ പറ്റും. അതുപോലെ കോൺട്രാക്ട് അക്കൗണ്ട്, ഓവർ ഹെഡ്സ്, വേരിയൻസ്, കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്, ഈ 4 ടോപ്പിക്കിൽ നിന്നും 7 മാർക്കിൻ്റെ പ്രോബ്ലംസ് ഷുവറായിട്ട് ലാസ്റ്റ് 3 അറ്റംപ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. നമുക്കത് സ്കിപ്പ് ചെയ്യാതെ പോകുക എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് മാർജിനൽ കോസ്റ്റിംഗിൽ നിന്ന് ഒരു 40 മാർക്സ് സ്കോർ ചെയ്യാം, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് ഒരു 12 മാർക്സ് സ്കോർ ചെയ്യാം, കോൺട്രാക്ട്സ്, ഓവർ ഹെഡ്, വേരിയൻസ്, കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് വെച്ചിട്ട് നമുക്കൊരു 28 മാർക്സ് അതിൽ നിന്ന് സ്കോർ ചെയ്യാം. ഇതോടൊപ്പം തന്നെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് ടോപ്പിക്സിലെ, അതായത് ഏറ്റവും ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ, ആ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിനകത്ത് നിന്ന് എല്ലാ തവണയും 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാ തവണയും ചെയ്ത് കണ്ടുവരുന്നുണ്ട്. സിമ്പിൾ ആൻഡ് ബേസ് ആയിട്ടുള്ളൊരു തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞല്ലേ, അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സിൽ നിന്നായിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ലോ ആണ്. ലോയിൽ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രയോറിറ്റി ചെയ്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ വൈസ് തന്നെ പറയാം. കമ്പനീസ് ആക്ട് ആദ്യമേ പഠിച്ച് തീർത്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാവുള്ളൂ. 45 മാർക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കമ്പനീസ് ആക്ടിൽ നിന്നാണ്. അപ്പോൾ ആ കമ്പനീസ് ആക്ടിലെ 45 മാർക്സിൽ ആദ്യമേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത് ഡയറക്ടേഴ്സിൻ്റെ പോർഷനാണ്. ഡയറക്ടേഴ്സിൻ്റെ പോർഷനിൽ നിന്ന് തന്നെ 18 മാർക്സ് ടു 20 മാർക്സ് വരെ നമ്മൾ എല്ലാ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ആദ്യമേ ഡയറക്ടേഴ്സ് പഠിക്കുക, എന്നിട്ട് കമ്പനീസ് ആക്ടിലെ ബാക്കിയുള്ള പോർഷൻസ് പഠിക്കുക. അതിനുശേഷം എത്തിക്സിലേക്ക് വരുമ്പം എത്തിക്സ് ആകെ ഒരു സിമ്പിൾ പോർഷനാണ്, ചെറിയൊരു പോർഷനാണ്. അതിൽ നിന്ന് തന്നെ 50 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കമ്പനീസ് ആക്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകേണ്ടത് എത്തിക്സിലേക്കാണ്. എത്തിക്സ് നേരെ 50 മാർക്സിനുള്ളത് സ്കോർ ചെയ്ത് വെക്കുക. റിപ്പീറ്റഡ് ആയിട്ട് എന്തായാലും 15 മാർക്ക് തന്നെ, 7 മാർക്കിൻ്റെ 2 പ്രോബ്ലം അല്ലെങ്കിൽ അതിനകത്ത് MCQ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എത്തിക്സിൽ നിന്ന് ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കോൺട്രാക്ട് ആക്ടിലേക്ക് വരുമ്പോഴത്തേക്കും 10 മാർക്സിൻ്റെ പോർഷനാണ് കോൺട്രാക്ട് ആക്ടിൽ വരുന്നത്. ചിലപ്പോൾ 9 അല്ലെങ്കിൽ 11 ആ റേഞ്ചിലാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് 10 മാർക്സിനല്ല ചോദിക്കുന്നത്. അപ്പോൾ ഒരു 7 മാർക്കിൻ്റെ തിയറിയും വരാം. പിന്നെ MCQ ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് കോൺട്രാക്ട് ആക്ട് ചോദിക്കും. ഇത്രയും പഠിച്ചാൽ തന്നെ 45, 15, 60 + 10 70 മാർക്സിൻ്റെ പോർഷൻ ഓൾറെഡി കവർ ആയി കഴിഞ്ഞു. ഈ പോർഷൻസ് കവർ ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള വെയിറ്റേജ് കുറഞ്ഞ 5% വെയിറ്റേജ് ഒക്കെയുള്ള ചാപ്റ്റേഴ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ നമ്മൾ ഓൾറെഡി എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യമേ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് മാർജിനൽ കോസ്റ്റിങ്ങിനും കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, കോൺട്രാക്ട് അക്കൗണ്ട്, ഓവർ ഹെഡ്, വേരിയൻസ്, കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്, പിന്നെ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ്, ഈ ടോപ്പിക്സ് പഠിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ടോപ്പിക്സിലേക്ക് പോകാൻ പാടുള്ളൂ. ഇൻകം ടാക്സിനകത്ത് ഹെഡ്സ് ഓഫ് ഇൻകം 5 വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ ഇൻകം കാണുന്നത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് ഇൻകം ടാക്സിൽ നിന്ന് സ്കോർ ചെയ്യാം. ദെൻ GSTയിലാണേലും ആദ്യമേ കസ്റ്റംസ് വാല്യുവേഷൻ പഠിക്കുക. ദെൻ പ്ലേസ് ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ ആൻഡ് വാല്യൂ സപ്ലൈ പഠിക്കുക. രജിസ്ട്രേഷൻ, ITC ഇതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് GST, ഇൻകം ടാക്സിൽ നിന്ന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്ലസ് MCQ കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു മാർക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പിന്നെ അക്കൗണ്ടിങ്ങിനകത്ത് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആദ്യമേ പഠിക്കണം. ഇൻഷുറൻസ് ക്ലെയിം പഠിക്കണം, ബ്രാഞ്ച് അക്കൗണ്ട്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, ഫൈനൽ അക്കൗണ്ട്, കൺസൈൻമെൻറ്റ്, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, പിന്നെ ഡെപ്രിസിയേഷൻ കാൽക്കുലേഷനും ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻസും. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, സെക്കൻഡ് ഗ്രൂപ്പിലെ ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഏറ്റവും കൂടുതൽ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അതിനകത്ത് തന്നെ നോക്കുകയാണെങ്കിൽ SMനകത്തുനിന്ന് 40 മാർക്സിൻ്റെ പോർഷനാണുള്ളത്. ആ പോർഷനിൽ തിയറി തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ടോപ്പിക്സ് പ്രയോറിറ്റി ചെയ്ത് പഠിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സിമുലേഷൻ്റെ പോർഷൻസ് എന്തായാലും പഠിക്കുക. ദെൻ പെർട്ട് CPMൻ്റെ പോർഷൻസ് പഠിക്കുക. കാരണം ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന്, അതുപോലെ തന്നെ എക്കണോമിക് ആൻഡ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൻ്റെ ആ മെയിൻ്റനൻസ്, ഈ 3 ടോപ്പിക്കിൽ നിന്നിട്ടും 7 മാർക്കിൻ്റെ പ്രോബ്ലംസ് എല്ലാ തവണ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് ആദ്യമേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത് സിമുലേഷൻ പഠിക്കണം, പെർട്ട് CPM പഠിക്കണം, ദെൻ എക്കണോമിക് ആൻഡ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിനെ കുറിച്ച് പഠിക്കണം. കാരണം ഇത് 3 പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 21 മാർക്സ് സേഫ് ആയി.
ദെൻ MCQ കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മുടെ സേഫായി. ദെൻ നമുക്കിനി ഇതിലേക്ക് പോകേണ്ടതുള്ളൂ, എക്സംഷനിലേക്ക് ക്ലെയിം മീൻസ് എക്സംഷൻ കിട്ടാനുള്ള ഒരു സ്ട്രാറ്റജി കൂടി നോക്കുകയാണെങ്കിൽ SMൻ്റെ ബാക്കി തിയറീസ് പഠിക്കുക, അത്യാവശ്യം അസൈൻമെൻറ്റിൻ്റെ പോർഷൻ പഠിക്കുക, പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ബേസിക് ഒരു പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ട്രാൻസ്പോർട്ടേഷൻ ചോദിച്ച് കണ്ടിട്ടില്ല, അസൈൻമെൻറ്റ് ജൂൺ 2024 ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഡിസംബറിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. അസൈൻമെൻറ്റ്, സിമുലേഷൻ, പെർട്ട്, CPM, ദെൻ എക്കണോമിക് ആൻഡ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, SMൻ്റെ പോർഷൻസും കൂടി പഠിച്ച് ചെയ്യാം. അതുപോലെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ പോർഷനിൽ നിന്ന് തന്നെ നമുക്ക് തിയറീസ് അത്യാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് അതുകൊണ്ട് തിയറി പോർഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ആദ്യത്തെ 3-4 ചാപ്റ്ററിൽ നിന്നുള്ള തിയറീസും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക, കാരണം തിയറി പോർഷൻസിനും അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എക്സാംസിന്. സോ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിന് അത്യാവശ്യം മാർക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്തത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ്ങിലേക്ക് പോകാം. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനകത്ത് നമുക്ക് ഷെഡ്യൂൾ 3 പ്രകാരമുള്ള ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രോബ്ലം നമുക്ക് 14 മാർക്കിൻ്റെ സിമ്പിൾ അല്ല സിംഗിൾ പ്രോബ്ലം ആയിട്ട് 14 മാർക്കിൻ്റെ എല്ലാ തവണയും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് സ്പ്ലിറ്റ് ഇല്ല, 14 മാർക്കിൻ്റെ ഒറ്റ പ്രോബ്ലം ആയിട്ടാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ലാസ്റ്റ് 3 അറ്റംപ്റ്റിലും 14 മാർക്സിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത് ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രോബ്ലമാണ്. അതിനുശേഷം നമ്മൾ അക്കൗണ്ടിങ് ഫോർ ഷെയർസും അക്കൗണ്ടിങ് ഫോർ ഡിബഞ്ചർ ഇത് രണ്ടും പഠിച്ചു ചേർക്കുക. കാരണം ലാസ്റ്റ് 3 അറ്റംപ്റ്റിലും റിപ്പീറ്റ് ആയിട്ട് 7 മാർക്കിൻ്റെ പ്രോബ്ലംസ് അതിൽ നിന്ന് ചെയ്ത് വരുന്നത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഷെയറിൻ്റെ ഇതിനകത്തുനിന്നും ഡിബഞ്ചറിൻ്റെ ഇതും അത് രണ്ടും പഠിക്കാതെ പോകരുത്. ആദ്യമേ ഫൈനൽ അക്കൗണ്ട് പഠിക്കുക, ദെൻ അക്കൗണ്ടിങ് ഫോർ ഷെയർസ് പഠിക്കുക, ദെൻ അക്കൗണ്ടിങ് ഫോർ ഡിബഞ്ചേഴ്സ് പഠിക്കുക. കാരണം 14, 28 മാർക്ക് അപ്പം തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ് അറ്റംപ്റ്റ്സിലാണ് ചെയ്ത് കണ്ടിട്ടുള്ളത്, മീൻസ് റിപ്പീറ്റ് ആയിട്ട് വന്ന് കണ്ടിട്ടുള്ളത്. ജൂൺ 2025 ഉണ്ടായിരുന്നു, ജൂൺ 24 ഉണ്ടായിരുന്നു. പക്ഷേ വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല വന്ന് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യരുത്. ഇൻ കേസ് ഈ തവണയും ചോദിച്ചാൽ അതുപോലെ തന്നെ നമുക്ക് ടൈം ബൗണ്ട് ആയിട്ട് അത് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്രോബ്ലം തന്നെയായിരിക്കും ക്യാഷ് ഫ്ലോയുടെ വരുന്നുണ്ടാവുക. 7 മാർക്കിൻ്റെ പ്രോബ്ലമാണ് വരുന്നത്, അത് സ്കിപ്പ് ചെയ്യരുത്. ഈ പ്രാവശ്യം അതും കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സേഫായി നമ്മുടെ കയ്യിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് സേഫായിട്ട് നമ്മുടെ കയ്യിലെത്തും. അത് കഴിഞ്ഞിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്നിട്ട് 7 മാർക്കിൻ്റെ പ്രോബ്ലമാണ് ചോദിച്ചിട്ടുണ്ടാവുക. കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന ടോപ്പിക്കിൽ കൂടുതലും പ്രോബ്ലമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതിനകത്ത് തിയറിക്ക് അത്ര വാല്യൂ കൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് പ്രോബ്ലം തന്നെ വർക്കൗട്ട് ചെയ്ത് നല്ലപോലെ എക്സ്പെർട്ടായിട്ട് എക്സാമിന് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഓഡിറ്റിങ്ങിൻ്റെ ടോപ്പിക്കിനകത്ത് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് അണ്ടർടേക്കിങ്സ്, അതായത് സ്കൂളിൻ്റെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൻ്റെ ഓഡിറ്റിലെ ആ ടോപ്പിക്കിൽ നിന്ന് എല്ലാ തവണ 7 മാർക്കിൻ്റെ പ്രോബ്ലംസ് 7 മാർക്കിൻ്റെ തിയറീസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അത് ആദ്യമേ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പല ഐറ്റംസിൻ്റെ എക്സ്പെൻസിൻ്റെ, ഇൻകത്തിൻ്റെ, അസറ്റ്സിൻ്റെ, ലയബിലിറ്റീസിലും ഒക്കെ ഓഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാ തവണ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ 7 മാർക്കിൻ്റെ തിയറി ആയിട്ട് അതും വരുന്നുണ്ട്. അതുകൊണ്ട് ഡിഫറെൻറ്റ് അണ്ടർടേക്കിങ്സിൻ്റെ ഓഡിറ്റിനെ കുറിച്ചുള്ളത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഓഡിറ്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ളതും വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് 14 മാർക്ക്. ദെൻ ഓഡിറ്ററിൻ്റെ പോർഷനിലേക്ക് വരുമ്പം ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ്, റൊട്ടേഷൻ, റെസിഗ്നേഷൻ, റിമൂവൽ അങ്ങനെയുള്ള പോർഷൻസിനെ കുറിച്ച് അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എല്ലാ തവണയും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഓഡിറ്ററിൻ്റെ പോർഷന് നമ്മൾ അതേപോലെ തന്നെ പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം പഠിക്കാൻ. ദെൻ ഓഡിറ്റ് റിപ്പോർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് അങ്ങനെയുള്ള പോർഷൻസിനെ കുറിച്ചെല്ലാം എല്ലാ തവണയും ഓരോ ടോപ്പിക്ക് ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്നും ചോദിക്കാറുണ്ട് 7 മാർക്കിൻ്റെ തിയറി ആയിട്ട്. അപ്പോൾ ഈ 4 ടോപ്പിക്ക് പഠിച്ചാൽ തന്നെ നമുക്ക് 28 മാർക്സ് ഇവിടെ നിന്നും കിട്ടി. ഇതെല്ലാം പഠിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് നമുക്ക് എക്സംഷൻ വരെ ക്ലെയിം ചെയ്യാൻ, എക്സംഷൻ വരെ കിട്ടാനുള്ളൊരു ചാൻസ് നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ്ങിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റും. ആദ്യമേ ഫൈനൽ അക്കൗണ്ടിൻ്റെ പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ 14 മാർക്സ് നമുക്ക് സേഫ് ആയിട്ട് വെക്കുക. ദെൻ അക്കൗണ്ടിങ് ഫോർ ഷെയറും അക്കൗണ്ടിങ് ഫോർ ഡിബഞ്ചറും പഠിക്കുക. ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും പഠിക്കുക. കാരണം തിയറി അതിൽ നിന്ന് അങ്ങനെ വലിയ ചോദിച്ച് കണ്ടിട്ടില്ല. പ്രോബ്ലംസിന് തന്നെ ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും കൊടുത്തിട്ട് ചെയ്ത് പഠിക്കുക. ദെൻ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് ഡാറ്റ അനലൈറ്റിക്സിൽ ആദ്യമേ തന്നെ ഒരു തിയറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അതായത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും ഇൻസ്ട്രുമെൻറ്റ്സ്, ഫൈനാൻഷ്യൽ മാർക്കറ്റിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചിട്ടും 7 മാർക്സിൻ്റെ തിയറി എല്ലാ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് 3 അറ്റംപ്റ്റിലും അതിനെക്കുറിച്ചിട്ടുള്ള തിയറി ചോദിക്കുന്നുണ്ടായിരുന്നു. ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ലിവറേജ്, ഈ 4 പോർഷനായിരിക്കണം നമ്മൾ ആദ്യമേ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചും പഠിക്കുന്നതിനോടൊപ്പം തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ലിവറേജ്, ഇത്രയും ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റി കൊടുത്തിട്ട് ആദ്യമേ തന്നെ പഠിച്ചു തീർക്കുക. അതിനുശേഷം മാത്രം അടുത്ത ടോപ്പിക്സിലേക്ക് പോവുക.
കാരണം ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് 35 മാർക്സിൻ്റെ പോർഷൻ കവറായി. അതിനുശേഷം നമുക്ക് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഡിസംബർ 24 കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, ജൂൺ 24 കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് രണ്ടും ഒരുമിച്ച് ലഭിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 അറ്റംപ്റ്റിലായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ജൂൺ 25 അത് ചോദിച്ചിട്ടില്ല. പക്ഷെ അത് വലിയൊരു അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം അത് തന്നെ സ്കിപ്പ് ചെയ്യാതെ പോവുകയാണ് വേണ്ടത്. കാരണം ഈ പ്രാവശ്യം കേസ് അത് ചോദിച്ചാൽ നമുക്കത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഷുവറായിട്ടും അതിൻ്റെ 7 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സിമ്പിൾ പ്രോബ്ലമാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യരുത്. ദെൻ റേഷ്യോ അനാലിസിസിൽ ലാസ്റ്റ് 2 അറ്റംപ്റ്റിലും 7 മാർക്കിൻ്റെ പ്രോബ്ലംസ് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ ഈ പോർഷൻസ് അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം നമുക്ക് ഈ പോർഷന് സേഫ് ആയി കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് ഡാറ്റ അനലറ്റിക്സിൽ സ്കോർ ചെയ്യാൻ പറ്റും. ബിസിനസ് ഡാറ്റ അനലറ്റിക്സിൻ്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു 20 മാർക്സിൻ്റെ പോർഷനാണ്. 20% ആ പോർഷൻ അതിന് മാത്രമുള്ള ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. വലിയ കഠിനമായിട്ടുള്ള തിയറി ഒന്നും അതിനകത്തില്ല. അത്യാവശ്യം ആ പോർഷൻസ് കൂടി സേഫ് ആക്കി വെക്കുക. കൂടെ MCQ കൂടി ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിന് ഈ ടോപ്പിക്കിൽ നിന്ന് കിട്ടും. നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ആണ്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ടോപ്പിക്കിൽ നിന്നിട്ട് 14 മാർക്സിൻ്റെ പ്രോബ്ലം 3 തവണയെ ലാസ്റ്റ് അറ്റംപ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ജൂൺ 24 14 മാർക്കിൻ്റെ പ്രോബ്ലത്തിൻ്റെ ഒപ്പം ഒരു 7 മാർക്കിൻ്റെ പ്രോബ്ലവും ചോദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ നമ്മുടെ മാർജിനൽ കോസ്റ്റിങ്ങിന് ഡിസിഷൻ മേക്കിംഗ് കൂടാതെ മാർജിനൽ കോസ്റ്റിങ്ങിൽ നിന്നിട്ട് ജൂൺ 25 ഒരു 7 മാർക്സിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ജൂൺ 24 7 മാർക്സിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ജൂൺ 24 മാർജിനൽ കോസ്റ്റിങ്ങിൽ തന്നെ എത്ര മാർക്കിൻ്റെ ചോദിച്ചു നോക്കി? 28 മാർക്സിന് മാർജിനൽ കോസ്റ്റിങ്ങിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 25 21 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. മിനിമം 20 to 30 മാർക്സ് വരെ നമുക്ക് എന്തെന്ന് ചോദിക്കും? മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഡിസിഷൻ മേക്കിംഗിൽ നിന്ന് തന്നെ ചോദിക്കാറുണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പഠിക്കുമ്പോൾ തന്നെ ആദ്യമേ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്ക് മാർജിനൽ കോസ്റ്റിംഗ് തന്നെയാണ്. മാർജിനൽ കോസ്റ്റിംഗ് ഡിസിഷൻ മേക്കിംഗ്. അതിനുശേഷം നമ്മൾ ബഡ്ജറ്റിങ്ങിലേക്ക് പോകണം. ബഡ്ജറ്റിങ്ങിന് 14 മാർക്സിൻ്റെ 7 മാർക്സിൻ്റെ 2 പ്രോബ്ലംസ് ആയിട്ട് ജൂൺ 25 ജൂൺ 24 കണ്ടിട്ടുണ്ടായിരുന്നു. ഡിസംബർ 24 മാത്രം 7 മാർക്സിൻ്റെ ഒറ്റ പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 അറ്റംപ്റ്റിലും 7 മാർക്സിൻ്റെ 2 പ്രോബ്ലം വെച്ചിട്ട് 14 മാർക്സ് ബഡ്ജറ്റിങ്ങിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് വേരിയൻസ്, ആക്ടിവിറ്റി ബേസ്ഡ് അക്കൗണ്ടിങ്, അതുപോലെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, ദെൻ ഫസ്റ്റ് മൊഡ്യൂൾ അതായത് ബേസിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നിട്ടും 7 മാർക്കിൻ്റെ തിയറിയും റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൽ നിന്ന് 7 മാർക്സിൻ്റെ തിയറിയും വരുന്നുണ്ട്. ഈ ബാക്കിയുള്ള പോർഷൻസിൽ നിന്നെല്ലാം 7 മാർക്സ് ആണ് വരുന്നത്. 2 പോർഷനിൽ നിന്ന് 7 മാർക്സിൻ്റെ പ്രോബ്ലം, അതായത് വേരിയൻസിൽ നിന്നും ആക്ടിവിറ്റി ബേസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്നും 7 മാർക്സിൻ്റെ പ്രോബ്ലവും, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൽ നിന്നും 7 മാർക്സിൻ്റെ തിയറിയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓൾറെഡി മാർജിനൽ കോസ്റ്റിങ്ങിൽ നിന്ന് 21 മാർക്സിൻ്റെ പോർഷൻ എല്ലാ തവണയും ചോദിക്കുന്നുണ്ട്. കൂടാതെ ഈ ടോപ്പിക്സും കൂടി പഠിച്ചു കഴിഞ്ഞാൽ 21 24 അത്യാവശ്യം നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ മാർജിനൽ കോസ്റ്റിങ്ങിനകത്ത് ആദ്യമേ തന്നെ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ് മാർജിനൽ കോസ്റ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്, ദെൻ ബഡ്ജറ്റിംഗ്. ഈ ടോപ്പിക്സ് പഠിച്ചതിന് ശേഷം മാത്രം അഡീഷണൽ ടോപ്പിക്കിലേക്ക് പോവുക. അതായത് വേരിയൻസ്, ആക്ടിവിറ്റി ബേസ്ഡ് അക്കൗണ്ടിങ്, ഫസ്റ്റ് മൊഡ്യൂൾ, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. ഇതിന് ശേഷം നമുക്ക് ഡിവിഷണൽ പെർഫോമൻസിനെ കുറിച്ച് പഠിക്കണം. ലേണിംഗ് കർവ്, ഡ്യൂപോണ്ട് അനാലിസിസ്, എക്കണോമിക് വാല്യൂ ആഡഡ്, റെസിജ്വൽ ഇൻകം. ഈ ടോപ്പിക്സിൽ നിന്നെല്ലാം ഏതെങ്കിലും 2 ടോപ്പിക്സ് 7 മാർക്കിന്, ടോട്ടൽ 14 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യമേ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ അത് പഠിക്കണം, മാർജിനൽ കോസ്റ്റിംഗ് പഠിക്കണം, ബഡ്ജറ്റിംഗ് പഠിക്കണം, ദെൻ വേരിയൻസ്, ആക്ടിവിറ്റി ബേസ്ഡ് അക്കൗണ്ടിങ്, തിയറി പോർഷൻ ആയിട്ടുള്ള ഫസ്റ്റ് മൊഡ്യൂൾ, ദെൻ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൻ്റെ തിയറി പോർഷൻസ് പഠിക്കണം. ഇത്രയും പഠിച്ചാൽ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഏറ്റവും കൂടുതൽ MCQ തന്നെ പഠിച്ചിട്ട് MCQനകത്തുനിന്ന് 120 തന്നെ സ്കോർ ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. കാരണം ഇപ്പോഴേ തുടങ്ങിക്കോ, വർക്കൗട്ട് ചെയ്തിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 120 തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 80 മാർക്സ് മാത്രം മതി നമുക്ക് ബാക്കി ഈ കണ്ടന്റുകളിൽ നിന്ന് ഉണ്ടാക്കേണ്ട മാർക്ക് ഉണ്ടാവുള്ളൂ. MCQ അത്യാവശ്യം സ്കോർ ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഒരു ഇവാലുവേഷനിൽ തന്നെ നമ്മൾ ഈ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് എക്സാം എഴുതാൻ പറ്റും. അതുകൂടി എഴുതി കഴിഞ്ഞാൽ
ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിനും എക്സംഷനോട് കൂടി നമുക്ക് പാസ്സാവാൻ പറ്റും. നല്ലപോലെ പഠിക്കുക. പിന്നെ തിയറി പോർഷൻസ് ഒന്നും ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത്. അത് അത്യാവശ്യം സ്റ്റഡി ലീവ് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് പോർഷൻസ് വീതം പഠിച്ച് തീർത്ത് പോവുക. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ല ബർഡൻ ആവും. അതിനേക്കാളും ഭേദം തുടക്കത്തിൽ തന്നെ കുറച്ച് ടോപ്പിക്സ് വീതം പഠിച്ച് തീർത്ത് വെക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അത് നല്ല സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പഠിക്കുക. ഈ ഒരു ഫോർമാറ്റിൽ തന്നെ പഠിച്ച് അത്യാവശ്യം ടൈം ലൈനൊക്കെ വെച്ചിട്ട് പഠിച്ച് തീർക്കുക. എല്ലാവരും നല്ല മാർക്കോടുകൂടി സ്കോർ ചെയ്തിട്ട് പാസ്സാവട്ടെ. ഓൾ ദ ബെസ്റ്റ്.